ഹായ് ഹലോ ഏഞ്ചൽ വോയിസിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ഈ ഒരു സമയം ചിന്തിക്കുന്നത്. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് വളരെ വിഷമത്തോടു കൂടിയാണ് ചിന്തിക്കുന്നത്. ഓക്കെ, നിങ്ങൾ കൊടുത്ത മെസ്സേജ് അല്ലെങ്കിൽ വോയിസ് അതൊക്കെ അവർ റിപ്പീറ്റായിട്ട് വീണ്ടും കേൾക്കുന്നതായി കാണുന്നു. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും അവർക്ക് ഗിഫ്റ്റുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഗിഫ്റ്റുകളെല്ലാം അവരെ ഒരുപാട് വേദനിപ്പിക്കുന്നു. പഴയ കാര്യങ്ങൾ ഓർമ്മ കൊണ്ടുവന്ന് നിങ്ങളുമായിട്ടുണ്ടായിരുന്ന നിമിഷങ്ങളെ ഓർത്തിട്ട് അവർ വേദനിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സിൻ്റെ അത് ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? ഓക്കെ, നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ തിരികെ വരും എന്നുള്ള ഒരു മെസ്സേജാണ് ഇവിടെ തന്നിരിക്കുന്നത്. നിങ്ങളോട് ഉണ്ടായിരുന്ന നിമിഷങ്ങളെല്ലാം അവരൊരുപാട് സന്തോഷിച്ചിരുന്നു എന്നുള്ള ഒരു മെസ്സേജാണ്. അവർക്ക് നിങ്ങളിലേക്ക് തിരികെ വരണം എന്ന് അവർ പറയാൻ ആഗ്രഹിക്കുന്നു. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ ഇടയിൽ ഈ ഒരു നോ കോണ്ടാക്റ്റ് ബ്രേക്കപ്പ് ഉണ്ടാകാനുള്ള കാരണം എന്താണ്? ഓക്കെ, ഇവിടെ നിങ്ങളുടെ ഇടയിൽ ബ്രേക്കപ്പ് ഉണ്ടാകാൻ കാരണം ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ കൺട്രോളിംഗ് ആണ്. ഇവിടെ 3 വ്യക്തികളെ കാണാം. അതിൽ ഭയപ്പെടുത്തി ചങ്ങലക്കിട്ട് നിർത്തിയിരിക്കുന്നതായിട്ടുള്ള ഒരു സ്ത്രീയും പുരുഷനെയും കാണാം. ഇവിടെ ഒരു ഡെവിള്, അത്രയും ദുഷ്ടത്തരം പിടിച്ചിരുന്ന ഒരു വ്യക്തിയുടെ കൺട്രോളിങ്ങിൽ ഭയപ്പെടുത്തിയാണ് നിങ്ങളുടെ ഇടയിൽ നിന്നും ആ ഒരു റിലേഷൻഷിപ്പ്, ഒരുപാട് സ്നേഹത്തോടു കൂടി ഇരുന്ന റിലേഷൻഷിപ്പ് വിട്ടുപോകാൻ കാരണം. ചില വ്യക്തികളിൽ മാത്രമാണ് നിങ്ങളുടെ പേഴ്സണ് ഒന്നിലധികം ഓപ്ഷനുകൾ ഉണ്ടായിരുന്നു. അപ്പം ഏത് സെലക്ട് ചെയ്യണമെന്നറിയാതെ അവരൊരു ഭ്രമത്തിലായിരുന്നു. ഏതാണ് നല്ലത്? ഇതിനാണോ പൈസ കൂടുതൽ? ഇതിനാണോ സൗന്ദര്യം കൂടുതൽ? ഇതാണോ എൻ്റെ ലൈഫിൽ ഏറ്റവും നല്ലത്? അപ്പോൾ അങ്ങനെ ഒരു ഭ്രമത്തിലായിരുന്നതായും കാണുന്നു. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. ഒരു റീയൂണിയൻ ഉണ്ടാകുമോ? എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസ് മനസ്സിൽ ആഗ്രഹിക്കുന്ന വ്യക്തിയുമായി ഒരു റീയൂണിയൻ ഉണ്ടാകുമോ? തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണുമായിട്ട്, നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന വ്യക്തിയുമായിട്ട് ഒരു റീയൂണിയൻ ഉണ്ടാകും. നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവരിനി എഫേർട്ട് ഇടുവാൻ തയ്യാറാകുന്നു എന്നുള്ള ഒരു മെസ്സേജാണ് നൽകുന്നത്. ഓക്കെ, പ്രപഞ്ചശക്തി എന്ത് മെസ്സേജാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടി നൽകുന്നത്? ഓക്കെ, നിങ്ങൾ എന്തെല്ലാം എഫേർട്ട് ഇട്ടിട്ടുണ്ടോ അതിനെല്ലാം പ്രതിഫലം പ്രപഞ്ചശക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ നിങ്ങൾ എത്രത്തോളം നല്ല ഒരു വ്യക്തിയായിരുന്നോ അത്രത്തോളം നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. നിങ്ങളുടെ കർമ്മയ്ക്കനുസരിച്ചുള്ള ഗ്രോത്ത് നിങ്ങളിലേക്ക് വന്നു ചേരുമെന്നാണ് ഇവിടെ പ്രപഞ്ചശക്തി പറയുന്നത്. റീഡിങ് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നു